സുജു, വിനിഷ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. പറഞ്ഞ് ഞാൻ തുടങ്ങുന്നില്ല. അവിടെ വലിയൊരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു തൊഴിലാളി ഇപ്പോഴും അകപ്പെട്ടിരിക്കുകയാണ്. ആ തൊഴിലാളിക്കായുള്ള തെരച്ചിൽ എപ്പോൾ പുനരാരംഭിക്കാനാകും? രാവിലെ 7 മണിക്ക് തെരച്ചിൽ പുനരാരംഭിക്കുന്നതാണ് ഇന്നലെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ കോറിക്ക് സമീപമായിട്ടാണ്. ഇപ്പോൾ രാവിലെ ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ മാത്രമേ മാധ്യമപ്രവർത്തകരെ ഒരുപക്ഷെ കടത്തിവിടുകയുള്ളൂ. നിലവിൽ ആ സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ഈ ദൗത്യത്തിൽ ഏർപ്പെടുന്ന സംഘം എത്തുന്നതാണ്. ഇത് രക്ഷാപ്രവർത്തനം ഏറെ ബുദ്ധിമുട്ട് നിറഞ്ഞ അല്ലെങ്കിൽ സങ്കീർണമായ ഒരു കാര്യം കൂടിയാണ്. ഇന്നലെ രാത്രി വൈകിയും ഈ മല ഇടിയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ കൂറ്റം പാറക്കല്ലുകൾ ഇളകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം ഒരു ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം ഏറെ സങ്കീർണമായി തന്നെയാണ്. ഇന്നലെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരൊക്കെ പങ്കുവെച്ച അനുഭവം എന്ന് പറയുന്നത് തലനാറ് ഇഴയ്ക്കാണ് അവർ വലിയ അപകടത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടെന്നുകൂടി അവർ സൂചിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി രാവിലെ സംസാരിക്കുമ്പോൾ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എത്തിയ ശേഷം ഒരു വ്യക്തമായ പ്ലാൻ നടത്തും. അതിനുശേഷമായിരിക്കാം ഇവർ ഇതിൻ്റെ ഏത് തരത്തിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കണം നടത്തണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് ഇപ്പോൾ രാവിലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതിൽ തന്നെ വ്യക്തമാണ്. അതായത് രാത്രി വൈകിയും ഈ കൂറ്റം പറക്കലുകൾ അടർന്നു വീഴുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്നലത്തെ ഭാഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ അപകടം നിറഞ്ഞ ഒരു രക്ഷാപ്രവർത്തനം കാര്യം കൂടിയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ പ്രത്യേക ഇതുമായി ബന്ധപ്പെട്ട സംഘം എത്തിയ ശേഷം ഒരു തീരുമാനത്തിലേക്ക് ഫയർഫോഴ്സും അതുപോലെ NDRFിൻ്റെയും വിദഗ്ധ സംഘം എത്തുന്നുണ്ട്. NDRFിൻ്റെ സംഘം ഇന്നലെ ഇവിടുത്തെ സ്ഥലം പരിശോധിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ രക്ഷാപ്രവർത്തനത്തിനും അവരുടെ ഭാഗത്തുനിന്നും ഏകോപനവും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകുകയും ചെയ്യും. ഇക്കാര്യത്തിലൊക്കെ വിദഗ്ധ പരിശീലനം ലഭിച്ച NDRF സംഘമാണ് ഇന്ന് ഈ രക്ഷാപ്രവർത്തനത്തിനായി ഇവിടെ എത്തിച്ചേരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോറിയുമായി ബന്ധപ്പെട്ട് ഇന്നലെ നാട്ടുകാർ ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നു. അവർ ഉന്നയിച്ചിരുന്നത് പ്രധാനമായി ഇതിന് അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്നു, നിയമവിരുദ്ധമായി എന്ന തരത്തിലായിരുന്നു. ജില്ലാ കളക്ടർ പറഞ്ഞത് പ്രാഥമികമായുള്ള അന്വേഷണത്തിൽ ഈ കോറിക്ക് പ്രവർത്തിക്കാനുള്ള അനുമതിയുണ്ടെന്ന് ജില്ലാ കളക്ടർ പറയുകയും ചെയ്തിരുന്നു. ഇന്നലെ തന്നെ ജില്ലാ കളക്ടർ ഈ കോറിയുടെ ഇപ്പോൾ പ്രവർത്തനം നിരോധിച്ചിട്ടുണ്ട്, ഈ അപകടമുണ്ടായ കോറിയുടെ പ്രവർത്തനം. അതിനോടൊപ്പം തന്നെ ജിയോളജി വകുപ്പിനോട് വ്യക്തമായി ഈ കാര്യത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ, അതായത് ഏതെങ്കിലും തരത്തിൽ നിയമലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷമായിരിക്കും അത്തരം നടപടിയിലേക്ക് പോവുക. ഇപ്പോൾ രാവിലെ ജില്ലാ ലേബർ ഓഫീസർ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. ഇന്നലെ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയും വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഒരു തൊഴിലാളികൾക്ക് സുരക്ഷ ഒരുക്കിയിട്ടില്ല, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിശോധിക്കണമെന്നും നിയമലംഘനം നടത്തുന്നുണ്ടെങ്കിൽ കണ്ടെത്തണമെന്നും മന്ത്രി അക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കാം ഇന്നിപ്പോൾ തൊഴിൽ വകുപ്പ് അതായത് ലേബർ ഓഫീസർ കൂടെ ഇവിടെ സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും നമ്മൾ പറയുമ്പോഴും ഇന്നലെ രാത്രിയും കൂറ്റം പാറക്കല്ലുകൾ അടർന്നു വീഴുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. സ്വാഭാവികമായും ഇന്നും ആ സ്ഥിതി വ്യത്യസ്തമാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ സങ്കീർണതയുള്ളത്. അതുകൊണ്ട് ഇന്നലെ ആദ്യഘട്ടത്തിൽ വലിയ ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ദൂരെ നിന്ന് നടത്താനുള്ള പദ്ധതി ഇടുകയും ചെയ്തിരുന്നു. പിന്നീടാണ് അതിൻ്റെ അടുത്തെത്തി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തന്നെ ഈ മൃതദേഹം കണ്ടെത്തുകയും അത് പിന്നീട് മാറ്റുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്നലെ ആ ദൗത്യത്തിനിടെയാണ്, അല്ലെങ്കിൽ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിൽക്കുമ്പോഴാണ് വീണ്ടും നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന പോലത്തുള്ള കൂറ്റം പാറക്കൽ അടർന്നു വീണുകൊണ്ട് വീണ്ടും ആ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ താൽക്കാലികമായി അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് അത്തരമൊരു സാഹചര്യത്തിലാണ് വന്നിരുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഉടൻ തന്നെ പുനരാരംഭിക്കും. ഇപ്പോൾ രാവിലെ തന്നെ ഫയർഫോഴ്സും പോലീസും ഒക്കെ തന്നെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവരാദ്യം ഇതിൻ്റെ വിശദമായ ഒരു പ്ലാൻ തയ്യാറാക്കിയ ശേഷമായിരിക്കും രക്ഷാപ്രവർത്തനത്തേക്ക് തുടർ കാര്യങ്ങളിലേക്ക് കടക്കുക.